ആ സ്നേഹത്തിൻ്റെയും തെളിവാണ്. ഈ ഗ്രാമീണമായ മേഖല എത്ര ആഗ്രഹിച്ചിരുന്നു ഒരു ആരോഗ്യ കേന്ദ്രത്തിന് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നമ്മുടെ കോവിഡ് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ആരോഗ്യ കേന്ദ്രം അതിനുശേഷം അൺഫിറ്റാണ് എന്ന് വ്യക്തമാകുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിനുശേഷം ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നമ്മളൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും കുടുംബങ്ങൾക്കും ആശ്രയിക്കാവുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ. നമ്മുടെ ഇവിടെ നിന്ന് ഒരു ലാബ് പരിശോധനയ്ക്ക് ഒരാൾക്ക് പോകേണ്ട വന്നാൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇപ്പോൾ തൊട്ടടുത്തുള്ളത് ഹരിപ്പാട് ആശുപത്രി, അവിടേക്ക് പോകണ്ട. നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ കേന്ദ്രത്തിലെ ലാബിൽ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കണം. ഇവിടെ നിന്ന് നമുക്ക് മരുന്ന് ലഭിക്കണം. ഇനി ഇവിടെ നിന്ന് സ്പെഷ്യാലിറ്റി ചികിത്സ, ഇപ്പോൾ ഡയാലിസിസ് ഒക്കെ ഉൾപ്പെടെയുള്ളവ ആവശ്യമുണ്ട്. അതിൻ്റെ ഡോക്ടറെയൊക്കെ കാണണമെങ്കിൽ മാത്രം ഇവിടുന്ന് റെഫർ ചെയ്ത് മറ്റ് ഉയർന്ന ആശുപത്രികളിലേക്ക്, ഹരിപ്പാട് ആശുപത്രിയിലേക്ക് ഒക്കെ പോകേണ്ടതായിട്ട് അങ്ങനെ മതിയാകണം. ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ പഞ്ചായത്തുകളിലെയും ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. 885 എണ്ണം. അതിൽ 748 എണ്ണം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് ഒരു 140 എണ്ണമാണ്. അതും വളരെ വേഗം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് പരിവർത്തനപ്പെട്ടു. കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ്. 2 ഡോക്ടർ ആരോഗ്യ വകുപ്പിൽ നിന്ന്, 1 ഡോക്ടറെ പഞ്ചായത്ത്, അങ്ങനെ 2+1 3 ഡോക്ടർമാർ. 6 മണി വരെ നമുക്ക് OP ഉണ്ടാകും. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാലും ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ഡോക്ടറെ കാണാം, ആവശ്യമുള്ള മരുന്ന് വാങ്ങിക്കാം. ആവശ്യമുള്ള മരുന്ന് മാത്രമേ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും എഴുതുകയുള്ളൂ. അമിതമായ മരുന്ന് കഴിക്കുന്നത് ശരീരത്തിന് ദോഷമാണ്. മാത്രമല്ല രോഗാണുക്കൾ ഈ മരുന്നിന് മീതെ പ്രതിരോധം ആർജിക്കുകയും ചെയ്യും. ലോകാരോഗ്യ സംഘടന പറയുന്നത് അതിനൊരു പേരുണ്ട്, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ആന്റിബയോട്ടിക് ഒന്നും പെട്ടെന്ന് എഴുതാനായിട്ട് പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമ്മൾ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റും നടത്താറുണ്ട്. DMO ഒക്കെ വന്നിട്ട് ഇവിടെ നോക്കും നമ്മുടെ ഡോക്ടേഴ്സ് ഏത് മരുന്നാണ് എഴുതിയത്, ഏത് ആന്റിബയോട്ടിക് ആണ് എഴുതിയത്, വളരെ കൂടിയ ആന്റിബയോട്ടിക് ആണോ, നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കൂടിയ ആന്റിബയോട്ടിക് ആണോ, അത് എഴുതാൻ പാടില്ല. ആവശ്യമുള്ളത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ആരോഗ്യവും ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഇടപെടൽ ഇവിടെ നടത്തുന്നത്. ഇപ്പോ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം കുറേ നാളായി യൂറോപ്പിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകളെ സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കുഞ്ഞിന് വയ്യ, ഒന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചെന്ന് മകളെ വിളിച്ചുകൊണ്ട് വരുമ്പോഴാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രം അവിടെ. അത് ഏത് ആരോഗ്യ കേന്ദ്രമായിരുന്നു ഡോക്ടർ? മുഹമ്മ ആരോഗ്യ കേന്ദ്രം. ആ ആരോഗ്യ കേന്ദ്രത്തിൽ അപ്പം അദ്ദേഹം വിചാരിച്ചു, വേണോ, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഒന്ന് കയറി നോക്കിയാലോ. അങ്ങനെ മകളെയും കൊണ്ട് അവിടെ കയറി. അപ്പോൾ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ഡോക്ടറെ കണ്ടു, അവിടെ നഴ്സിംഗ് സ്റ്റാഫ് എന്നോട് സംസാരിച്ചു, മറ്റു കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഞാൻ ഡോക്ടറെ കണ്ടു, മരുന്ന് തന്നു. എന്നിട്ട് കിട്ടിയ മരുന്നിന്റെ പണം കൂടിയാണ് അദ്ദേഹം വെട്ടിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെ കുറിച്ച്, ആശുപത്രികളെ കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ധാരണകളെല്ലാം മാറി. ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്ര വേണം, എത്ര പേ ചെയ്യുന്നത്, ക്യാഷായിട്ടാണോ അതോ അല്ലാതെ ഗൂഗിൾ പേ ചെയ്യുവാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പൈസയും തരേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ തെറ്റിദ്ധാരണ മാറി ആ ഒരു കുറ്റബോധം കൊണ്ടുകൂടി ഇത് സത്യം അറിയണമെന്നുള്ളത് കൊണ്ട് എഴുതുകയാണ് എന്ന് പറയുകയുണ്ടായി. ഇതാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ് എന്നുള്ളത്. നമുക്കൊരു രോഗമുണ്ടായാൽ ഒരു 4000 രൂപ ഒന്നിച്ചെടുക്കാൻ കഴിയാത്ത നമ്മളോട് 40 ലക്ഷം രൂപ തയ്യാറാക്കി കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതൊക്കെ കൊടുത്താൽ പോലും ഇല്ലാത്തയിടത്ത് നിസ്സഹായരാകാൻ പാടില്ല. ഇതാണ് നയം. അതുകൊണ്ടാണ് 2022 നമ്മൾ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി ആരംഭിച്ചത്. അത് നടന്നു വരുന്നുണ്ട്. മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സ്വകാര്യ മേഖലയിൽ 20-25 ലക്ഷം രൂപയ്ക്ക് സൗജന്യമായി നമ്മുടെ സംവിധാനത്തിൽ നടക്കുന്നുണ്ട്. ഈ ചികിത്സകൾ, ഒരു ചികിത്സയും നമുക്ക് അപ്രാപ്യമാകരുത്. 6 ലക്ഷം രൂപ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടിയിരുന്നിടത്ത്
കാത്ത് ലാബിൽ സൗജന്യമായി ചെയ്യുന്നു ജില്ലാ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജിൽ. 2 സ്റ്റെന്റിന് ഇനി ഇൻഷുറൻസ് ഇല്ലെങ്കിൽ, ഇൻഷുറൻസ് ഉള്ളവർക്ക് സൗജന്യം, ഇൻഷുറൻസ് ഇല്ലെങ്കിലോ ആ സ്റ്റെന്റിന്റെ വില മാത്രം കൊടുത്താൽ മതിയാകും. അതുകൊണ്ട് മാറ്റവും ഉണ്ടായി കേട്ടോ. സ്വകാര്യ മേഖലയിൽ ഇതൊക്കെ വലിയ രീതിയിൽ അവർ പരസ്യം വെക്കാൻ തുടങ്ങി. 6 ലക്ഷം ഉണ്ടായിരുന്നത് അവർ 1.5 ലക്ഷത്തിന് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനായിട്ടുള്ള ഈ നാടിൻ്റെ MLA ശ്രീ രമേശ് ചെന്നിത്തല അവർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് മണ്ഡലത്തിലെ 3 പരിപാടികൾ ആണ് ഇന്ന് നടക്കുന്നത്. എല്ലായിടത്തും, അതായത് എല്ലാം ഗ്രാമീണ മേഖലകളിൽ വളരെ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള നിലയിലാണ് നമ്മൾ ഈ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ തന്നെ സജ്ജമാക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവർ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്കിത് സമയബന്ധിതമായി പൂർത്തീകരിക്കണം. ചിലപ്പോൾ ഇത്ര മാസം എന്നൊക്കെ ഉണ്ടാകും ഡേറ്റ് ഓഫ് കംപ്ലീഷൻ. അതൊന്നും നമ്മൾ നോക്കണ്ട. പരമാവധി ഒരു 6 മാസം കൊണ്ട്, ഇപ്പോൾ മഴയൊക്കെ വലിയതായിട്ടൊന്നും ഇല്ല, വളരെ വേഗം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ഒരു 6 മാസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിച്ച്, ഇലവേഷൻ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടുള്ള ഒരു ആരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. പ്ലാൻ ഫണ്ടിൽ നിന്ന് പ്രത്യേകിച്ച് കോസ്റ്റൽ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം, ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം, അതിൽ നിന്നാണ് 2,30,00,000 രൂപ അനുവദിച്ചുകൊണ്ട് ഇത് സാധ്യമാക്കുന്നത്. ബഹുമാനപ്പെട്ട MLA അദ്ദേഹം പറഞ്ഞതുപോലെ സമയബന്ധിതമായി നമുക്കിത് പൂർത്തീകരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അതിൽ ഒരു നാടിൻ്റെ ഉത്സവമായി ഇത് പൂർത്തീകരിച്ചുള്ള ഉദ്ഘാടനം കൂടി ഇവിടെ നടത്തപ്പെടണം. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള സമ്മാനം കൂടിയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് അറിയട്ടെ. ബഹുമാനപ്പെട്ട MLA, അതുപോലെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, എല്ലാവരുടെ മുഖത്ത് ആ സന്തോഷമുണ്ട്. ഇത് വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം വലിയ കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ആരോഗ്യ കേന്ദ്രം, മികച്ചൊരു ആരോഗ്യ കേന്ദ്രം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നാടിന് വേണ്ടിയുള്ള ഈ ഒരു സന്തോഷ സമ്മാനം നൽകുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. എല്ലാവരുടെ അനുവാദത്തോടെ സമയബന്ധിതമായി, ഇത് കോൺട്രാക്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ടാകും, പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കണം. ഒരു തരത്തിലുള്ള നാട് മുഴുവൻ ഒപ്പം ഉണ്ടാകും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പഞ്ചായത്തും നാടും ഒക്കെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട MLA അതിന് നേതൃത്വം നൽകുന്നുണ്ട്. എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട്